ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീനാരായണ ഗുരു കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ഉദയൻജി, അധ്യക്ഷൻ പ്രതീഷ് ജി, കോർഡിനേറ്റർ റെജിജി, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ, കൂടാതെ ഈ കൂട്ടായ്മയിലെ ആത്മമിത്രങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ കൂട്ടായ്മയിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഗുരുവിൻ്റെ അനുകമ്പാദശകം എന്നതാണ്. നമുക്കെല്ലാം അറിയാം, ഇത് ഗുരുവിൻ്റെ ഒരു പദ്യകൃതിയാണെന്ന്. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിന് രൂപം കൊടുത്തുകൊണ്ടിരുന്ന കാലത്ത്, അതായത് 1923 സഹോദരൻ അയ്യപ്പനുമായി മതപരിവർത്തനത്തെക്കുറിച്ച് ദീർഘപ്രഭാഷണം നടത്തിയത്. അജ്ഞാനത്തിൻ്റെ ഫലമായി മതഭേദ ചിന്ത മനുഷ്യനെ വലയ്ക്കുന്നത് കണ്ട് സത്യനിഷ്ഠനായ ഗുരുവിൻ്റെ ഹൃദയം അനുകമ്പാപൂരിതമായി രചിച്ച കൃതിയാണ് അനുകമ്പാദശകം എന്ന ഈ കൃതി. ഗുരുദേവൻ 64 പരം കൃതികൾ രചിച്ചതായി കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നറിയുന്നു. ഇവയെല്ലാം തന്നെ ചൊല്ലി രസിക്കുന്നതോടൊപ്പം മനുഷ്യരെ മോക്ഷപ്രാപ്തിയിലെത്തിക്കാൻ സഹായകമാവുന്നവയുമാണ്. അനുകമ്പാദശകം എന്ന ഈ കൃതി നിത്യപ്രാർത്ഥനയായി രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുമ്പോഴും ചൊല്ലി അർത്ഥിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ളത് ആണ്. ഇതിലെ 1-ാം പദ്യത്തിലൂടെ ഗുരുദേവൻ തന്നിലുണ്ടാകാൻ ഇടവരുന്ന ക്രൂരകൃത്യങ്ങളെ മാറ്റി തൻ്റെ ഹൃദയവും തൻ്റെ പ്രവൃത്തിയും കാരുണ്യമുള്ളതാക്കി തീർക്കണമേ എന്നാണ് അർത്ഥിക്കുന്നതിനായി പ്രേരിപ്പിക്കുന്നു. ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുത്. എറുമ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ജീവിയാണ്, നമ്മൾ പരിഗണിക്കാറ് പോലുമില്ല. എന്നാൽ എല്ലാം പരമാത്മാവിൽ നിന്നും കൊളുത്തിയ ചെറുതും വലുതുമായ ദീപനാളങ്ങളാണ്. എല്ലാം പ്രകാശിക്കട്ടെ, അവിടുത്തെ കൃപ എന്നിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ്. 2-ാമത്തെ ശ്ലോകത്തിലാകട്ടെ, അറിവ് അഥവാ ജ്ഞാനം നമ്മെ എപ്പോഴും സന്തോഷിപ്പിക്കും. എന്നാൽ അജ്ഞാനം ദുഃഖത്തെയാണ് പ്രദാനം ചെയ്യുക. എല്ലാ ജീവികളുടെയും ആത്മാവായി വിളങ്ങുന്നത് ബോധമാണ്. അതുമാത്രമാണ് നിത്യസത്യം. ഈ അറിവാണ് ജ്ഞാനം. ഈ ജ്ഞാനം മനുഷ്യഹൃദയത്തിന് സമഭാവനയും സൗഹൃദവും പ്രദാനം ചെയ്യുന്നു. 3-ാമത്തെ ശ്ലോകത്തിലാകട്ടെ, മുൻപ് പറഞ്ഞ ജ്ഞാനം, സ്നേഹം, അനുകമ്പ എന്നീ മൂന്നിനും ആശ്രയമായ വസ്തു ഒന്ന് തന്നെയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ സംസാരക്ലേശങ്ങളെല്ലാം അവസാനിക്കുന്നതാണെന്ന് സത്യദർശിയായ ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. 9 അക്ഷരമുള്ള ഒരു ദിവ്യമന്ത്രത്തിന് തുല്യം അംഗീകരിക്കപ്പെടേണ്ട ഒരു മന്ത്രമാണ് അരുളുള്ളവനാണ് ജീവി എന്ന് ഈ ശ്ലോകത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 4-ാം ശ്ലോകത്തിലൂടെ ഗുരു വിവരിക്കുകയാണ്, ബോധസത്യത്തെക്കുറിച്ചുള്ള അറിവും തുടർന്നുള്ള അനുകമ്പയും ഒരുവനിൽ ഇല്ലെന്നു വന്നാൽ ആ മനുഷ്യൻ പിന്നെ തൊലി, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ 7 മലങ്ങളെ കൊണ്ട് നിർമ്മിച്ച ദുർഗന്ധം വമിക്കുന്ന ദേഹം മാത്രമായി കരുതപ്പെടും. ആ മനുഷ്യൻ മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നിക്കുക മാത്രം ചെയ്യുന്ന ജലം പോലെയായിരിക്കും. അവൻ്റെ ജീവിതം കായും മണവുമില്ലാത്ത എരിക്കിൻ പൂവ് പോലെ പ്രയോജനശൂന്യമാവുകയും ചെയ്യും. 5-ാം ശ്ലോകത്തിലൂടെ നമുക്ക് ഞാൻ എന്ന് അഹങ്കരിക്കുന്ന ശരീരത്തിനുണ്ടാകുന്ന 6 തരം വികാരങ്ങളാണ് ജനിക്കുക. 6 തരം വികാരങ്ങളാണ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നത്: ജനിക്കുക, ഉണ്ടായിരിക്കുക, വർദ്ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക എന്നിവ. എന്നാൽ ഇവയൊന്നും സത്യസ്വരൂപമായ ബോധത്തിന് ഒരിക്കലും സംഭവിക്കുന്നില്ല. മാറ്റമില്ലാത്ത വസ്തുവാണ് സത്യം. സദാ മാറിക്കൊണ്ടിരിക്കുന്നത് അസത്യം. ജന്മമൃത്യു ജരാവ്യാധികളൊക്കെ ജഡത്തിന് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതിനാൽ ശരീരം എന്നത് ജഡമാണ്. എന്നാൽ ഈ ജഡത്തിൻ്റെ വികാരപരിണാമങ്ങളൊന്നും ബോധത്തെ സ്പർശിക്കുന്നതേയില്ല. ഇങ്ങനെ വികാരപരിണാമങ്ങളില്ലാത്ത സത്യാനുഭവമായതുകൊണ്ട് വേർതിരിയുന്ന ബോധത്തിൻ്റെ അല്പാനുഭവം പോലും അത്യന്തം സുഖാവഹമാണ്. ഈ ബോധാനുഭവം നേടിയാൽ ജീവൻ മുക്തി നേടി പൂർണ്ണ ധന്യത അനുഭവിക്കാം. അങ്ങനെ ജീവൻ മുക്തി നേടിയതുകൊണ്ടാണ് ഗുരുദേവന് നാം ശരീരമല്ല അറിവാകുന്നു
ഈ ശരീരമില്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും എന്ന് ലോകരോട് പറയുവാൻ സാധിച്ചത്. ലോകത്തിൻ്റെ മുൻപിൽ അങ്ങനെയുള്ള കാരുണ്യനിധികളായ സത്യദർശികൾ കീർത്തി ശരീരം പേറി അനശ്വരനായി വിളങ്ങാനിടയാകുന്നു. ഇങ്ങനെ കീർത്തി ശരീരം പേറി, അതായത് ആത്മാനുഭൂതി നേടി ലോകത്തിൻ്റെ മുൻപിൽ അനുകമ്പ ചൊരിഞ്ഞിട്ടുള്ള മഹാന്മാരെല്ലാം ഈശ്വരതുല്യം സ്മരിക്കപ്പെടുന്നു. മതം ഒന്നേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച ഗുരുദേവൻ്റെ ജീവിതത്തിലെ സത്യനിഷ്ഠവും സുപ്രധാനവുമായ ഒരു സന്ദേശമാണ് മതസമന്വയം. ഇങ്ങനെയുള്ള അവതാരപുരുഷന്മാരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ഗീതാകാരനായ കൃഷ്ണനെയും അഹിംസമൂർത്തിയായ ബുദ്ധനെയും ഭാഷ്യകാരനായ ശങ്കരനെയും ഒരുമിപ്പിക്കുകയാണ് അർജുനനിലൂടെ. ലോകത്തിന് സത്യസ്ഥിതി വെളിപ്പെടുത്തി കൊടുത്തിട്ട് അർജുനൻ്റെ തേർ നടത്തിയ സത്യസ്വരൂപനായ കൃഷ്ണനോ അതോ ജീവകാരുണ്യത്തിനും സഹനശക്തിക്കും സമുദ്രമായി വർത്തിച്ച സാക്ഷാൽ ബുദ്ധനോ അതോ ഗീതയ്ക്കും ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രത്തിനും ലളിതമായ അദ്വൈത ഭാഷ്യം രചിച്ച ശ്രീ ശങ്കരനോ, ആരാണ് ഈ അനുകമ്പ നിറഞ്ഞ മനുഷ്യൻ? അനുകമ്പാമൂർത്തികൾ അവരെപ്പോലെ സത്യം കണ്ട് ദിവ്യത്വം നേടുന്നു. 7-ാം പദ്യത്തിലാകട്ടെ, പുരുഷവേഷം ധരിച്ച് എത്തിയ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണോ ഈ അനുകമ്പയാണ്ടവൻ? അതോ ദിവ്യമായ മനുഷ്യരൂപം ധരിച്ചെത്തിയ സാക്ഷാൽ ധർമ്മം തന്നെയാണോ? ഇനിയും നേരിട്ട് ദൈവപുത്രനായി ജനിച്ച ക്രിസ്തുദേവനെ ആണോ ഈ അനുകമ്പാമൂർത്തിയായി വിശേഷിപ്പിക്കുന്നത്? അതോ കരുണാനിധിയായ വിലതീരാത്ത രത്നമായി പ്രശോഭിച്ച നബി തിരുമേനി തന്നെയാണോ? എല്ലാ അവതാര പുരുഷന്മാർക്കും സത്യദർശികൾക്കും യോജിപ്പിക്കാവുന്നതാണ് ഈ കൃതിയിലെ ഈ വരികൾ. മതസ്ഥാപകന്മാരെയും അവതാര പുരുഷന്മാരെയും മാത്രമല്ല ഗുരുദേവൻ അണിനിരത്തുന്നത്. 8-ാം ശ്ലോകത്തിൽ പാണ്ഡിനാട്ടിൽ ജീവിച്ചിരുന്ന ജ്ഞാനികളായ പല സിദ്ധന്മാരെയും പാടി പുകഴ്ത്തിയിരിക്കുന്നു. ഭസ്മം പൂശി കുബ്ജപാണ്ഡ്യൻ്റെ ജ്വരം മാറ്റി മുൻപ് ആരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ പലതും കാട്ടിയ മഹാസിദ്ധനായിരുന്ന തിരുജ്ഞാന സംബന്ധരാണോ ഈ അനുകമ്പയാണ്ടവൻ? ഒരു പോംവഴിയുമില്ലാതെ വേദന കൊണ്ട് പിടഞ്ഞ് ഒടുവിൽ ഭഗവത് കീർത്തനങ്ങൾ ആലപിച്ച് കടുത്ത വയറുവേദന ഭേദമാക്കിയ മഹാജ്ഞാനിയായിരുന്ന അപ്പർ എന്ന സിദ്ധനാണോ ഈ അനുകമ്പയാണ്ടവൻ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉടലോടെ സ്വർഗത്ത് പോയ എന്ന് പരാമർശിച്ചിരിക്കുന്നു. മാണിക്യവാചകരെയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. മാണിക്യവാചകർക്ക് ബ്രഹ്മരായർ എന്നൊരു പേരുകൂടിയുണ്ട്. അദ്ദേഹം പാണ്ഡ്യരാജാവായ അരിമർദ്ദനൻ്റെ മന്ത്രിയായിരുന്നു. വടവൂർ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. വടവൂരാൻ എന്ന് വിളിച്ചു വന്നു. വലിയ ശിവഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ സാക്ഷാൽ ശിവൻ തന്നെ എത്തി ജ്ഞാനോപദേശം ചെയ്തു. അതോടെ മന്ത്രി പദവി വെടിഞ്ഞ് അദ്ദേഹം ഒരു ഭിക്ഷുവായി തീർന്നു. പിന്നീട് ഭക്തി നിർഭരങ്ങളായ ഗാനങ്ങൾ രചിച്ച് സദാ ഭഗവാനെ പാടി പുകഴ്ത്തുവാൻ തുടങ്ങി. ഒരു ദിവസം ശിവൻ പ്രത്യക്ഷനായി ഇപ്രകാരം അരുളി ചെയ്തു: നിന്റെ ഗാനങ്ങൾ അതീവ മധുരങ്ങളാണ്. അതുകൊണ്ട് കവികളുടെ രത്നം എന്ന അർത്ഥമുള്ള മാണിക്യവാചകർ എന്ന ബിരുദ നാമം നിനക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം മാണിക്യവാചകർ എന്ന നാമത്തിൽ പ്രസിദ്ധനായിത്തീർന്നു. ഒരിക്കൽ ഒരു വൃദ്ധൻ അദ്ദേഹത്തെ സമീപിച്ച്, നിന്റെ ഭക്തി നിർഭരങ്ങളായ ഗാനങ്ങൾ എനിക്ക് പകർത്തിയെടുക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. മാണിക്യവാചകർ ഗാനം ആലപിച്ചു. വൃദ്ധൻ പകർത്തിയെടുത്തു. വൃദ്ധൻ അതുകൊണ്ട് അവിടെ നിന്നും പോകുകയും ചെയ്തു. അടുത്ത ദിവസം പൂജാരി ക്ഷേത്രനട തുറന്നപ്പോൾ നടരാജ വിഗ്രഹത്തിനടുത്ത് ഒരു താളിയോല ഗ്രന്ഥം കാണാനിടയായി. അതിനടിയിൽ മാണിക്യവാചകർ ചൊല്ലിക്കേൾപ്പിച്ചത് നടരാജൻ കുറിച്ചിട്ടത് ഇങ്ങനെ കുറിച്ചിരുന്നു: പിൽക്കാലത്ത് ഹരൻ എന്നെഴുതി പ്രസിദ്ധമാം മറയായി നാടെങ്ങും പ്രചരിച്ചത് ഇതുതന്നെയാണ്. മാണിക്യവാചകർ നടരാജ വിഗ്രഹത്തിൽ നിന്നും പുറപ്പെട്ട പ്രഭയിൽ ലയിച്ച് ഉടലോടെ സ്വർഗത്തുപോയി എന്നാണ് പ്രസിദ്ധി. അനുകമ്പമൂർത്തികളുടെ പട്ടികയിൽ ജ്ഞാനികളെയും സിദ്ധന്മാരെയും അവതാര പുരുഷന്മാരെയും മാത്രമല്ല മറ്റു ചില പുരാണ പുരുഷന്മാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃതി ഉപസംഹരിക്കുകയാണ് ഗുരുദേവൻ 10-ാം ശ്ലോകത്തിൽ. മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ വന്ന് ലോകസംഗ്രഹം നടത്തുന്ന ദേവപശുവായ കാമധേനുവാണോ ഈ അനുകമ്പാമൂർത്തി?
അതോ അത്ഭുതം തോന്നിക്കത്തക്ക വിധം ആർക്കും ചോദിക്കുന്നതെന്തും ദാനം ചെയ്യുന്ന ദേവവൃക്ഷമായ കൽപ്പവൃക്ഷമാണോ ഈ അനുകമ്പാമൂർത്തി? എന്നിങ്ങനെ അരുൾ, അൻപ്, അനുകമ്പ എന്നിവയുടെ മഹാത്മ്യം മഹാപുരുഷന്മാരെ ചൂണ്ടിക്കാണിച്ച് സമർത്ഥിച്ച ശേഷം ഫലശ്രുതിയോടുകൂടി കൃതി അവസാനിപ്പിക്കുകയാണ്. അദ്വൈതമായ അഖണ്ഡബോധത്തിന് ശാസ്ത്രീയമായ ജഗത് സത്യം അഖണ്ഡബോധം അഖണ്ഡ സുഖസ്വരൂപമാണ്. സുഖം ഈ സത്യത്തിൻ്റെ മാത്രം സ്വരൂപമാണ്. സുഖസ്വരൂപമായ ഈ സത്യത്തിൻ്റെ അംശം തന്നെയാണ് സകല ജീവികളിലും ഞാൻ ഞാൻ എന്നിങ്ങനെ അഹംബോധ രൂപത്തിൽ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അറിവാണ് എല്ലാവരിലും സ്ഫുരിക്കേണ്ടത്. ദിവ്യങ്ങളായ മതവേദ പുസ്തകങ്ങൾ വിവരിക്കുന്ന സത്യവും ജ്ഞാനഗുരു പറഞ്ഞു തരുന്ന സത്യവും സിദ്ധന്മാർ വെളിപ്പെടുത്തുന്ന സത്യവും എല്ലാം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കൃതി അവസാനിപ്പിക്കുകയാണ് ഗുരുദേവൻ. എന്നെ ഇത്രയും നേരം ശ്രമിച്ച എല്ലാ ഗുരുഭക്തർക്കും നന്ദി അറിയിച്ചുകൊണ്ടും ഗുരുദേവ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.